സായി അഞ്ജലി ഭാഗം 13. 9:30 സായി അമ്പലത്തിലെത്തി. ദേവിയെ തൊഴുതതിനു ശേഷം വാച്ചിലേക്ക് നോക്കി. ഇനിയും 10 മിനിറ്റുണ്ട് അഞ്ജലി വരാനായിട്ട്. അമ്പലത്തിനടുത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് സായി അഞ്ജലിയെ കാത്തിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ലാഘവത്തോടെ കാണുന്ന സായി അഞ്ജലിയുടെ കാര്യത്തിൽ വളരെയേറെ ആകുലപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായി തോന്നിയ പ്രണയത്തെ സ്വന്തമാക്കാൻ സായി വളരെയേറെ ആഗ്രഹിച്ചിരിക്കുന്നു. അക്ഷമയോടെ സായി അഞ്ജലിയെ കാത്തിരിക്കുമ്പോഴാണ് അന്ന് റോഡിൽ സായിയുടെ വണ്ടിയുടെ മുന്നിൽപ്പെട്ട സ്ത്രീ അവൻ്റെ മുന്നിലെത്തിയത്. മോനെ, അവർ വിളിച്ചു. ആ സ്ത്രീയെ കണ്ടതും സായി എണീറ്റ് അവരോട് സുഖാന്വേഷണം ചോദിച്ചു. അമ്മയ്ക്കന്ന് പരിക്കുകളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല മോനെ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മോനന്ന് വല്ലാതെ ഭയന്നു അല്ലേ? മോനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഹേയ്, ചുമ്മാ തൊഴുത് കഴിഞ്ഞപ്പോൾ ഇതാ മോനെ, ഈ അമ്പലത്തിലെ നിവേദ്യമാണ്. ഞാൻ തന്നാൽ മോൻ കഴിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെ ചോറ്റുപാത്രം സായിക്ക് നേരെ നീട്ടി. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അമ്പലത്തിലെ നിവേദ്യമല്ലേ എന്ന് പറഞ്ഞ് സായി വേഗം അവരിൽ നിന്നും നിവേദ്യം വാങ്ങി കഴിച്ചുകൊണ്ട്, വളരെ നന്ദി അമ്മേ. ഞാൻ ആദ്യമായാണ് ഈ അമ്പലത്തിലെ നിവേദ്യം കഴിക്കുന്നത്. നല്ല രുചിയുണ്ട്. സായി വീണ്ടും ആ പാത്രത്തിൽ നിന്നും നിവേദ്യം എടുത്ത് കഴിച്ചു. സായി കൊതിയോടെയും സ്നേഹത്തോടെയും ആ നിവേദ്യം കഴിക്കുന്നത് കണ്ട് ആ സ്ത്രീ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്, മോനെ കണ്ടാൽ തന്നെ അറിയാം വലിയ വീട്ടിലെ പയ്യനാണെന്ന്. എൻ്റെ കയ്യിൽ നിന്നൊന്നും മോനെ പോലുള്ളവർ ഒന്നും വാങ്ങി കഴിക്കില്ല എന്ന് കരുതിയാണ് ഞാൻ മടിച്ചുകൊണ്ട് ചോദിച്ചത്. അവരെ നോക്കി സായി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അമ്മ എവിടെയാണ് താമസിക്കുന്നത്? ആരൊക്കെ ഉണ്ട് അമ്മയ്ക്ക്? ഒന്ന് ചിരിച്ചുകൊണ്ട്, എൻ്റെ വീട് കുറച്ച് ദൂരെയാണ് മോനെ. അമ്മ ഇപ്പോൾ ഇവിടെ? ഒരു വഴിപാടുണ്ട്. 101 അമ്പലങ്ങളിൽ പോയി നിവേദ്യം കഴിച്ച് 1 വർഷം വ്രതമെടുക്കാമെന്ന്. ശരി മോനെ, ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം. മോനെ, നീ ഒരുപാട് നന്മയുള്ളവനാണ്. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് വന്ന് ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു. സായി അവർ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ഹലോ സായ്, പിന്നിൽ നിന്നൊരു വിളി. സായ് തിരിഞ്ഞു നോക്കി. ചുവപ്പും മഞ്ഞയും കലർന്ന ധാവണിയിൽ അഞ്ജലി വളരെ മനോഹരമായി വന്നിരിക്കുന്നു. കാതിൽ ജിമിക്കിയുടെ കിലുക്കം, മുടി നിറയെ മുല്ലപ്പൂക്കൾ. അവളുടെ അഴകിൽ സായ് ലയിച്ചു നിന്നു. സായ് വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ. സായിക്ക് എക്സിക്യൂട്ടീവ് ലുക്ക് മാത്രമല്ല, മുണ്ടും ചേരുന്നുണ്ട്. നൈസ്. ഓ താങ്ക് യു അഞ്ജലി. നാണം കലർന്ന പുഞ്ചിരിയോടെ സായ് പറഞ്ഞു. എനിക്ക് വളരെ വിശ്വാസമുള്ള ദേവിയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ വരാൻ സായിയോട് ഞാൻ പറഞ്ഞത്. സായിയെ പോലൊരാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. സായി ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമേ വന്നില്ല. നിങ്ങളെപ്പോലെ ഫാമിലി സെറ്റപ്പൊക്കെയുള്ള പെൺകുട്ടികളെ സായിക്ക് കിട്ടാനാണോ പ്രയാസം? അതുമല്ല, സായിയുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും അതിലെ കമൻസും ഒക്കെ ഞാൻ കണ്ടു. ആരാധികന്മാർ കുറച്ചൊന്നുമല്ലല്ലോ സായിക്ക്. ഓഹോ, അപ്പോൾ എന്നെ കുറച്ച് ഡീറ്റെയിൽ എക്സാമിൻ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? ഒരു ചിരിയോടെ സായി ചോദിച്ചു. അല്ലാതെ പിന്നെ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ? അപ്പോൾ നന്നായി അറിഞ്ഞും ആലോചിച്ചും വേണ്ടേ? എന്നിട്ട് അഞ്ജലി തീരുമാനിച്ചോ? സായ് ആകാംക്ഷയോടെ ചോദിച്ചു. സായിയുടെ ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ TV-യിൽ കണ്ടിരുന്നു. ഓരോ വിഷയങ്ങളോടും സായിക്കുള്ള കാഴ്ചപ്പാടും ലൈഫിനോടുള്ള സായിയുടെ കമ്മിറ്റ്മെൻറ്റ്സും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആദ്യം തന്നെ പറയട്ടെ, സായിയുടെ ഈ അച്ചീവ്മെൻറ്റ്സിന് ഒരു കൺഗ്രാറ്റ്സ്. ഓ താങ്ക് യു. ഞാൻ എന്തു പറഞ്ഞാണ് സായിയെ ഒഴിവാക്കേണ്ടത്? ഇത്രയും ടാലൻറ്റും ഇൻ്റലിജൻസും ഉള്ള, ബിസിനസ്സിൽ ഹാർഡ് വർക്ക് കൊണ്ടും ബ്രേവറി കൊണ്ടും ഉയരത്തിലെത്തി നിൽക്കുന്ന സായിയെ പോലെ ഒരാളെ ജീവിത പങ്കാളിയായി കിട്ടാൻ ഏതൊരു പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? എല്ലാത്തിനുമുപരി സായിക്ക് നല്ലൊരു മനസ്സുണ്ട്. ജാതിയോ മതമോ സമ്പത്തോ നോക്കാതെ എത്ര പേരെയാണ് സായി സഹായിക്കുന്നത്. യു ആർ റിയലി സച്ച് എ അമേസിങ് പേഴ്സൺ. അപ്പോൾ അഞ്ജലിക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സായി ആവേശത്തോടെ ചോദിച്ചു. സായി, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സായിയെ വിവാഹം കഴിക്കുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ സായിയെ പോലെ തന്നെ എനിക്കും ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡോക്ടറേറ്റ് എടുക്കണം, ഒരു പ്രൊഫസർ ആകണം എന്നതാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമം കുടുംബക്കാർക്കായിരുന്നു. ഞങ്ങൾ അവർക്ക് ഭാരമാണെന്നായിരുന്നു കുടുംബക്കാരുടെ വിചാരം. അന്ന് തീരുമാനിച്ചതാണ്
ഞങ്ങൾ ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും ഭാരമാകില്ല എന്ന്. ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്ന് അവർക്കൊരു അഭിമാനമാകുമെന്നും. ഇപ്പോൾ ഞാൻ സായിയെ വിവാഹം കഴിച്ചാൽ സായിയുടെ വൈഫ് എന്ന ലേബലിലായിരിക്കും ഞാൻ പിന്നീട് അറിയപ്പെടുന്നത്. കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ലേബലിൽ എന്നെ അറിയാനാണ് എനിക്കിഷ്ടം. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ സായിയുടെ ലേബലിൽ എനിക്ക് എല്ലാം എളുപ്പമാകും. അങ്ങനെ ഒരാളുടെ ഔദാര്യത്തിൽ ഒരു അച്ചീവ്മെൻറ്റ്സ് നേടുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സായിയെ വിവാഹം കഴിക്കൽ സാധ്യമല്ല. എത്ര വലിയ സൗഭാഗ്യമാണെന്ന് പറഞ്ഞാലും എൻ്റെ ആഗ്രഹവും ലക്ഷ്യവുമാണ് എനിക്ക് പ്രധാനം. അഞ്ജലി പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ടതിനു ശേഷം, അഞ്ജലി, എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരഞ്ഞെടുത്തതാണ് ഞാനെടുത്ത ഏറ്റവും മികച്ച തീരുമാനമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഞാൻ തന്നെക്കുറിച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ മകൻ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ, അവൾക്ക് തീർച്ചയായും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, തൻ്റെ ഈ വ്യക്തിത്വം തന്നെയാണ് ആ പ്രത്യേകത എന്ന്. അഞ്ജലി, റിയലി ഐ ലവ് യു സോ മച്ച്. ഐ നീഡ് യു ബൈ മൈ സൈഡ്, ഫില്ലിംഗ് എവറി മൊമെന്റ് വിത്ത് യുവർ പ്രസൻസ്. എന്നെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അഞ്ജലിയുടെ ഒരു ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരില്ല. തൻ്റെ ലക്ഷ്യത്തിലെത്താൻ എൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടാകില്ല, ഞാൻ വാക്ക് തരുന്നു. പക്ഷേ സായി, താനൊരു സെലിബ്രിറ്റി ബിസിനസ്മാൻ ആണ്. അതുകൊണ്ട് എത്ര രഹസ്യമാക്കി വെച്ചാലും നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ സായി ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ വൈഫാണെന്ന് എല്ലാവരും അറിയും. അത് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ എളുപ്പമാകും. എല്ലാ വഴികളും എനിക്ക് മുന്നിൽ എളുപ്പം തുറക്കും. കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന സുഖം ഞാൻ അറിയില്ല. ശരി, അഞ്ജലിയുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നത് വരെ, സമൂഹത്തിൽ സ്വന്തമായ ഒരു ലേബിളിൽ അറിയപ്പെടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ എത്ര വേണമെങ്കിലും അഞ്ജലിക്ക് വേണ്ടി കാത്തിരിക്കാം. ഇനി തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? സായി ചോദിച്ചു. അഞ്ജലിയുടെ മുഖത്തെ നിറഞ്ഞ ചിരി സായിയുടെ ചോദ്യത്തിന് ഉത്തരമാണെന്ന് സായിക്ക് മനസ്സിലായി. നീ ഏറ്റവും വിശ്വസിക്കുന്ന ഈ അമ്മൻ കോവിലിൽ വെച്ച് നിന്റെ പുഞ്ചിരിയിൽ നിന്നും എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഫോർ എവർ ടുഗെദർ. ഞാൻ വിശ്വസിച്ചോട്ടെ. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഞ്ജലിയുടെ തീരുമാനത്തിനോട് സായിയുടെ കുടുംബം പറയാൻ പോകുന്നത് എന്തായിരിക്കും? തുടർഭാഗത്തിനായി കാത്തിരിക്കുക.